തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോഴും കൂടുമ്പോഴും ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ പലതാണ്. ഹോർമോൺ പ്രവർത്തനം കുറയുമ്പോഴുണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ രോഗലക്ഷണങ്ങളെ പറ്റി പലർക്കും നല്ല ധാരണയുണ്ട്. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ രോഗലക്ഷണങ്ങളെ പറ്റിയുള്ള അവയർനെസ് പൊതുവേ കുറവാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നൊരാൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം കൂടുതലാണ്. അപ്പോൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിനെ പറ്റി ഞാൻ മുമ്പ് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി പറയാം, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ T3, T4 അതുപോലെ തന്നെ TSH. T3 എന്ന് പറയുന്നത് ട്രൈ അയഡോ തൈറോണിൻ അഥവാ T3യുടെ ലെവല്, T4 തൈറോക്സിന്റെ ലെവല്, പിന്നെ TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതിനെയൊക്കെ മുകളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പിറ്റ്യൂട്ടറിയും ഹൈപ്പോ തലാമസും ഉണ്ട് താനും. അപ്പോൾ TSHന്റെ നോർമൽ ലെവല് നമ്മൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 0.4 to 4.5 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml എന്നുള്ളത് ഒരു ഏകദേശ കണക്കായിട്ട് എടുക്കാം. പല ലാബിലും ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസങ്ങൾ വരാം. നിങ്ങളുടെ അറിവിലേക്ക് ഫ്രീ T3, ഫ്രീ T4, ടോട്ടൽ T3, ടോട്ടൽ T4 എന്നിവയുടെ വാല്യൂസ് ഇവിടെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം കൂടുതലാണ്. അതായത് T3യും T4ഉം കൂടുതലായിരിക്കും, എന്നാൽ TSH 0.4ന്റെ താഴെയായിരിക്കും. എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഉണ്ടാവുന്നത്? പ്രധാനമായും നമ്മുടെ വെയിറ്റ് കുറയുക. വെയിറ്റ് കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ മെറ്റബോളിസം കൂടുകയാണ്. ശരീരം ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, ഒരുപാട് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ വേഗം എനർജി ആയിട്ട് പോവുകയാണ്. രോഗിക്ക് വീണ്ടും വീണ്ടും വിശപ്പ് അനുഭവപ്പെടുന്നു. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം കൂടുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ട് രോഗികൾ പറയാറുണ്ട്. പാൽപിറ്റേഷൻ അതുപോലെ തന്നെ പൾസ് റേറ്റ് കൂടി വരുന്നു. ഇങ്ങനെ കൂടുന്നത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നു. ഏട്രിയൽ ഫിബ്രിലേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് എത്താം. ഇത് ചിലപ്പോൾ സ്ട്രോക്കിലേക്ക് നയിക്കുകയും ചെയ്യാം. പിന്നെയുള്ളത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രശ്നം കാരണം ഡൈജഷൻ വളരെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് എപ്പോഴും വയറ്റിൽ നിന്ന് പോകുന്നതായിട്ട് തോന്നും. വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു ഡയറിയ ഉള്ള പോലത്തെ ഫീലാണ്. ഇങ്ങനെ വരുമ്പോൾ തടി മെലിയുകയും ചെയ്യും. പിന്നെയുള്ളത് രോഗി എപ്പോഴും എനിക്ക് ചൂടാണ്, ഞാൻ വിയർക്കുന്നു എന്ന് പറയും. കൈയുടെ ഉള്ളിലൊക്കെ തൊട്ട് നോക്കിയാൽ എപ്പോഴും ഇങ്ങനെ നനഞ്ഞു കുതിർത്ത കൈകളായിരിക്കും. എന്നാൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഇത് നേരെ തിരിച്ചാണ്. എപ്പോഴും തണുപ്പുള്ളതായിട്ട് തോന്നും, വളരെ ഡ്രൈ സ്കിന്നായിരിക്കും. പിന്നെ കണ്ടുവരുന്ന ഒരു പ്രശ്നം കണ്ണിലുള്ള മാറ്റങ്ങളാണ്. കണ്ണ് തുടുത്ത് പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും. കൂടുതലും ഗ്രേസ് ഡിസീസിലാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. കണ്ണിൽ ഈ ചേഞ്ചസ് വരുന്നതോടുകൂടി രോഗിക്ക് ചില കാഴ്ചക്കുറവുകൾ അനുഭവപ്പെടാം. ചിലപ്പോഴൊക്കെ കണ്ണിന് കാഴ്ചയിൽ വ്യത്യാസങ്ങളും അനുഭവപ്പെടാം. പിന്നെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹാൻഡ് ട്രമേഴ്സ്, കൈകാലുകളൊക്കെ വിറയ്ക്കുന്നത് പോലെ തോന്നാം. എപ്പോഴും ടെൻഷനും മനസ്സിനെപ്പോഴും ആദിയാണ് ഈ കൂട്ടർക്ക്. എപ്പോഴും നെഞ്ചിടിപ്പ്, ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല. സ്ത്രീകളാണെങ്കിൽ മെനറേജയും അതോടൊപ്പം തന്നെ ഇറഗുലർ മെൻസ്ട്രുവൽ സൈക്കിൾസും. ആർത്തവത്തിന്റെ സമയത്ത് കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാവാം. അതുപോലെ തന്നെ ക്രമം തെറ്റിയ ആർത്തവം. ഇതൊക്കെ ശരീരം കാണിക്കുന്ന അടയാളങ്ങളാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഹൈപ്പർ തൈറോയിഡിസം പ്രത്യക്ഷപ്പെടാം? നമ്മുടെ ശരീരം തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയെ ശത്രുവായിട്ട് കാണുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. ഗ്രേസ് ഡിസീസ് എന്നാണ് ഇതിന്റെ പേര്. കൂടുതലും സ്ത്രീകളിലാണ് ഈ ഗ്രേസ് ഡിസീസ് കണ്ടുവരാറ്. ഈ ഗ്രേസ് ഡിസീസ് ഉള്ളവരാണ് പ്രധാനമായും ഹൈപ്പർ തൈറോയിഡിസം കണ്ടുവരുന്നത്. പിന്നെയുള്ളത് കഴുത്തിന്റെ മുന്നിൽ ചെറിയ മുഴകളുണ്ട്, മൾട്ടി നോഡുലർ ഗോയിറ്റർ. അതിലേതെങ്കിലും ഒരു നോഡ്യൂള് ടോക്സിക് ആവുക, അതായത് ഹോർമോൺ പ്രവർത്തനം കൂടുക. അതിന് ടോക്സിക് MNG എന്ന് പറയും. പിന്നെയുള്ളത് ടോക്സിക് എഡിനോമ. ഒരു ചെറിയ മുഴയുള്ളൂ, പക്ഷേ അതിനകത്തുനിന്ന് കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് തൈറോയ്ഡ് ഹോർമോൺ പ്രവർത്തനം കൂട്ടുന്നത്. അതുപോലെ തന്നെ തലച്ചോറിനുള്ളിൽ ചില പിറ്റ്യൂട്ടറി ട്യൂമറുകൾ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ട് നമുക്കിതിനുള്ള ഇവാലുവേഷൻ വേണം. എന്തൊക്കെയായിരിക്കാം ഹൈപ്പർ തൈറോയിഡിസം കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാർ എഴുതാൻ പോകുന്ന ടെസ്റ്റുകൾ? ആദ്യത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. ഇതിൽ ടോട്ടൽ T3, ടോട്ടൽ T4 കൂടാതെ ഫ്രീ T4ഉം ഫ്രീ T3 അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടോ എന്നറിയാനുള്ള ആന്റിബോഡി ടെസ്റ്റുകളും ചെയ്യിക്കാറുണ്ട്. പിന്നെ കഴുത്തിൽ മുഴയുണ്ടെങ്കിൽ അതിൻ്റെ സ്കാനിങ് എടുക്കാം. ആ മുഴയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന ടെസ്റ്റും ചെയ്യാം.
ഇതോടൊപ്പം തന്നെ റേഡിയോ അയഡിൻ അപ്ടേക്ക്, തൈറോയിഡ് ഗ്രന്ഥിയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒന്നാണ് അയഡിൻ മെറ്റബോളിസം. അപ്പോൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ചെയ്താൽ ഇത് എവിടെ നിന്നാണ്, ടോക്സിക് അഡിനോമയാണോ, ടോക്സിക് MNG ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഡോക്ടർ ചികിത്സ നിർണ്ണയിക്കുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന ഈ പ്രശ്നത്തെപ്പറ്റി നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു ധാരണ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.